എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിക്യു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബിക്യു യൂട്യൂബ് ചാനലും ക്യൂസ്വേൾ യൂട്യൂബ് ചാനലും നടത്തുന്ന ക്യൂസ് മത്സരത്തിലേക്ക് ആവശ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം കാണാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ ഉത്തരങ്ങൾ ലൈവായി തന്നെ കമൻറ്റ് ചെയ്യുക. അല്ലാത്തവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങളിൽ കിടക്കാം. ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഓപ്ഷൻസ്: ഖുദിറാം ബോസ്, രവീന്ദ്രനാഥ്, സുഭാഷ് ബോസ്. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ഉത്തരമെന്ന് പറയുന്നത് ഖുദിറാം ബോസ്. ചോദ്യം: ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ബീഹാർ. ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം: ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ. ഭക്ഷണമല്ല, മതമല്ല, ഭക്ഷണമാണ് വേണ്ടത്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. ചോദ്യം: സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻസ്: ലാല ലജ്പത് റായ്, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധർ തിലക്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, ലാല ലജ്പത് റായ്. ചോദ്യം: രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടത് അല്ല, സമരം ചെയ്ത് നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആര്? ഓപ്ഷൻസ്: ലാല ലജ്പത് റായ്, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധർ തിലക്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബാലഗംഗാധർ തിലക്. ചോദ്യം: ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: ലാല ലജ്പത് റായ്, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധർ തിലക്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്? ബർദോളി സത്യാഗ്രഹ കൂട്ടുകാർക്ക് അറിയാവുന്നതായിരിക്കും. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം: ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? ഓപ്ഷൻസ്: ബീഹാർ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം. നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, വൈക്കം സത്യാഗ്രഹം. ചോദ്യം: രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻസ്: ഇന്ത്യൻ ടൈംസ്, തത്വബോധിനി, നവജീവൻ. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, തത്വബോധിനി. ചോദ്യം: ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി ഏത്? ഓപ്ഷൻസ്: ഹവിൽദാർ, ക്യാപ്റ്റൻ, സുബൈദാർ. ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, സുബൈദാർ. ചോദ്യം: ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. ഓപ്ഷൻസ്: റാഡ്ക്ലിഫ് രേഖ, പാക് രേഖ, മക്മോഹൻ രേഖ. റാഡ്ക്ലിഫ് രേഖ, പാക് രേഖ, മക്മോഹൻ രേഖ.
ഉത്തരമെന്ന് പറയുന്നത് റാഡ്ക്ലിഫ് രേഖ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ചോദ്യങ്ങൾ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്നാണ്. കൂട്ടുകാർക്ക് അതും കൂടി അറ്റൻഡ് ചെയ്യാം.